ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചാലും ഹോസ്പിറ്റലിൽ പ്രസവിച്ചാലും എന്താണ് കുഴപ്പം? ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്കൊന്നും കോംപ്ലിക്കേഷൻ റിസ്ക് ഒന്നുമില്ലേ? പ്രസവം എവിടെ നടന്നാലും റിസ്ക് ഒരുപോലെ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് വീട്ടിലെ സംഭവം മാത്രം ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്? ഭർത്താവ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. അവർ മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാണ് ഇങ്ങനെ ക്രോശിക്കുന്നത്? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കുറെ എണ്ണങ്ങളുണ്ട് കമൻറ്റുകളിലൂടെ. ഇതിലൊക്കെ സ്ത്രീകളും പെടുന്നുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോഴുള്ള ഒരുപാട് സ്ത്രീകളെ ഇവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഈ ഭർത്താക്കന്മാർ. ഇവർക്കൊന്നും തെറ്റേതാ ശരി ഏതാ എന്ന് പോലും അറിയില്ല. ഭർത്താക്കന്മാർ പറയുന്നതാണ് വേദവാക്യം. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം. അല്ലെങ്കിൽ കണ്ടില്ലേ, ഇതായിരിക്കും അവസ്ഥ. എൻ്റെ ഒരു സംശയം, ഏത് ദൈവമാണ് അസുഖം വരുമ്പോൾ ആശുപത്രി പോരുത്, വീട്ടിൽ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എവിടെയാണ്? നിങ്ങളൊക്കെ ആരെയാണ് പൊട്ടന്മാരൊക്കെ ശ്രമിക്കുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ടവർ. അവരൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ പൊട്ടത്തരങ്ങളും കേട്ട് ഇരിക്കും. പക്ഷെ അറിവും ബോധമുള്ളവരൊന്നും ഇതിനൊന്നും കിട്ടില്ല. അറിവും വിവരവും ഉള്ളവരെ നിങ്ങൾക്കൊന്നും ഇതുപോലെ അടിമകളാക്കാൻ പറ്റില്ല. ഇവനെപ്പോലുള്ള ഓരോരുത്തരും മതത്തിൻ്റെ പേരും പറഞ്ഞ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനക്ക് ഉസ്താദിനെ വിളിക്കാൻ പറ്റൂ? ഇവനക്ക് ആരാ ഉസ്താദാക്കിയത്? ഇതൊക്കെ പോട്ടെ, തൻ്റെ 5 കുഞ്ഞുങ്ങളെ ചുമന്നതാണെന്ന് ഒരു പരിഗണന പോലും കൊടുത്തില്ല. നമ്മളെ നാട്ടിലൊക്കെ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുമ്പോൾ തന്നെ അടുത്തുള്ള ആശാ വർക്കറെയൊക്കെ വിവരം അറിയിച്ച് അവർക്ക് വേണ്ട പോഷക ഗുണമുള്ള ഭക്ഷണവും മെഡിസിനും ഒക്കെ എത്തിക്കും. ഇവരെന്താ ചെയ്തത്? ആരോടും ഒന്നും പറഞ്ഞില്ല. വീടിൻ്റെ അടുത്തുള്ളവരോട് പോലും ഒന്നും പറഞ്ഞില്ല. അടുത്തുള്ളവരുമായിട്ടൊരു ബന്ധം പോലും ഇവർക്കുണ്ടായിരുന്നില്ല. നമ്മളെയൊക്കെ ഒരുപാട് പണ്ട് കാലത്ത്, നമ്മുടെയൊക്കെ അമ്മമാരുടെയൊക്കെ കാലത്ത് പ്രസവം വീട്ടിലായിരുന്നു. പക്ഷെ അന്നത്തെ കാലമാണോ ഇത്? അന്നത്തെ സിറ്റുവേഷനാണോ ഇത്? അന്നത്തെ സിറ്റുവേഷനും ചുറ്റുപാടും ഒന്നും അല്ല ഇന്ന്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. കാരണം കഴിക്കുന്ന ഭക്ഷണവും സാഹചര്യവും എല്ലാം മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഫുൾ കെമിക്കലാണ്. ജീവിത സാഹചര്യം എല്ലാം മാറിക്കഴിഞ്ഞു. അന്നൊക്കെ എല്ലാവരും പണിയെടുത്ത് കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചു. ഇന്ന് 10ഉം 20ഉം വയസ്സുള്ളവർക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. നമ്മുടെ നാട്ടിലൊക്കെ 70ഉം 90ഉം വയസ്സുള്ളവർക്ക് ഉള്ളതിനെക്കാട്ടിലും അസുഖങ്ങളാണ് ചെറുപ്രായത്തിലുള്ളവർക്ക്. ഇപ്പോൾ പ്രസവം എന്ന് പറഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ്. ഈ സ്ത്രീക്ക് 35 വയസ്സായി, എന്നിട്ടും വീട്ടിൽ പ്രസവിക്കോട്ടെ, അത് കഴിഞ്ഞെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. 3 മണിക്കൂർ എടുത്ത് പ്രസവം എടുക്കാൻ. ഏതോ പ്രസവം എടുക്കുന്ന ആരോ വന്നാണ് പ്രസവം എടുത്തത്. 3 മണിക്കൂറിൽ എപ്പോഴെങ്കിലും ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇനി ഈ 5 കുഞ്ഞുങ്ങളെ ഈ ഉസ്താദ് ചമഞ്ഞ് നടക്കുന്ന ഇവനൊക്കെ നോക്കുമോ? എവിടെ നോക്കാൻ? ഇതിനു വേണ്ടി ഇവൻ ഇനി അടുത്ത യന്ത്രത്തിന് വല്ലതും പ്രസവിക്കാനുള്ളൊരു യന്ത്രം. സ്ത്രീകൾ എങ്ങനെയാണോ കല്യാണത്തിന് മുമ്പ് ആ രീതിയിൽ തന്നെ നിൽക്കണം. പ്രസവം കഴിഞ്ഞു സൗന്ദര്യവും ശരീരവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ടോ സൗന്ദര്യം വല്ലതും കുറഞ്ഞു പോയവർക്ക് 2ഉം 3ഉം ഒക്കെ കെട്ടാലോ? ഇവർക്കൊക്കെ 40ഉം 50ഉം വയസ്സായാലും 18 വയസ്സുള്ള പെൺകുട്ടികളെ തന്നെ ഇവർക്കൊക്കെ വേണം. എന്നിട്ടും ഇവൻ എന്താ ചെയ്തത്? ആരോടും പറയാതെ, ചെവി അറിയാതെ സ്വന്തം ഭാര്യനെ സംസ്കരിക്കാൻ കൊണ്ടുപോയതാ. അതെന്താ? ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. ഈ 3 പ്രസവമൊക്കെ വീട്ടിൽ നടത്തിയപ്പോഴും ഒന്നും പ്രതികരിക്കാണ്ട് ഇവരൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നല്ലോ. ഈ അവസാന നിമിഷമാണല്ലോ ഇവരൊക്കെ പുറത്തേക്ക് വന്ന് ഈ പരാതിയൊക്കെ കൊടുത്തത്. 3 പ്രസവമൊക്കെ വീട്ടിൽ തന്നെ നടത്തിയപ്പോൾ തന്നെ പറയണമായിരുന്നു, അതിന് ശക്തമായി പ്രതികരിക്കണമായിരുന്നു. അല്ലാണ്ട് കല്യാണം കഴിച്ചു വിട്ടാൽ ആ ബാധ്യത അങ്ങ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്ന പലരുമാണ് നമ്മുടെ സമൂഹത്തിൽ.